പനിക്കിടയിലും ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ.ജെ. റീനയെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളത്, അങ്ങനെ ഒരു മാറ്റം തീരുമാനിച്ചത് ആരോഗ്യമന്ത്രി കെ. മുരളീധരന്റെ അതൃപ്തിയെ തുടർന്ന് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ശബരിമല ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വന്തം നിലയ്ക്ക് ഡോക്ടേഴ്സിനെ കണ്ടെത്തണമെന്ന് കെ.ജെ. റീന കത്ത് നൽകിയതായി ആണ് മന്ത്രിയുടെ അതൃപ്തിക്ക് കാരണം. നയപരമായ തീരുമാനത്തിൽ കൂടിയാലോചന ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. 24 ബ്രേക്കിംഗ്. ജിബിൻ ജബിതന്റെ വിവരങ്ങളുമായി ചേർന്നു. ജിബിൻ, നേരത്തെ കളക്ടർ ഈ പറഞ്ഞ നിപ്പ സ്ഥിരീകരണത്തിന്റെ കാര്യം അറിയിച്ചില്ല, അത് കളക്ടറുടെ പക്വതയില്ലായ്മയായിരിക്കാം എന്ന്, അല്ലെങ്കിൽ കളക്ടർക്ക് പരിചയമില്ലാത്തതായിരിക്കാം എന്ന് കെ. മുരളീധരൻ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ഇതുപോലെ നിർണായക സമയമാണ്. 12,441 പേർ ഒറ്റ ദിവസം ചികിത്സ തേടി എത്തുന്ന ഒരു സമയമൊക്കെയാണ്. ആ സമയത്ത് ഏകോപനമൊക്കെ നിർവഹിക്കേണ്ട ഡയറക്ടറൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും ജിബിൻ? ആശ്മീയ തന്നെയാണ്. കാരണം ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ.ജെ. റീനയെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് അത് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതിൽ പറഞ്ഞിരുന്നത് ഇത്രയും പ്രതിസന്ധി നിറങ്ങിയ ഒരു സന്ദർഭത്തിൽ അവധി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം എന്നുള്ള വിവരങ്ങളാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അതൃപ്തി തുടർന്നാണ് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് തെളിയുന്നത്. കാരണം മെയ് 20-ാം തീയതിയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് ദേവസ്വം ബോർഡിന് എത്തുന്നത്. ശബരിമല ഡ്യൂട്ടിക്ക് ആവശ്യമുള്ള ഡോക്ടർമാരെ ദേവസ്വം വകുപ്പ് സ്വന്തം നിലയിൽ കണ്ടെത്തണം എന്നുള്ള ഒരു തീരുമാനം അറിയിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് തന്നെ ദേവസ്വം വകുപ്പിന് ഇങ്ങനെ ഒരു കത്ത് കൈമാറുന്നു. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാരണം ഒരു നയപരമായ തീരുമാനമാണ് ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു നയപരമായ തീരുമാനം എടുക്കുന്ന സമയത്ത് ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടറേറ്റിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നുള്ള ഒരു വിമർശനം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഇത് ഡോക്ടർ റീന സ്വന്തം നിലയ്ക്കെടുത്ത ഒരു തീരുമാനമായിട്ടാണ് ആരോഗ്യവകുപ്പിലും പ്രത്യേകിച്ച് ഡയറക്ടറേറ്റിലും ഒക്കെ എന്ന സംസാരം ഉയരുകയും ചെയ്തത്. പക്ഷേ ഇതിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി കടുത്ത അതൃപ്തിയിലായിരിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുമെന്ന് പറയുന്നത്. ഈ മെയ് 20-ാം തീയതി ഈ കത്ത് ലഭിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം സംസ്ഥാനത്ത് സമീപകാലങ്ങളിലൊന്നും തന്നെ എടുത്തിട്ടില്ലാത്ത ഒരു തീരുമാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വകുപ്പ് മന്ത്രി തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.